ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയുടെ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK വരാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കുള്ള ഒരു കൺസേൺ ആണ്. ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം, ഫീസ് കുറഞ്ഞ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണോ, നല്ല യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്ത് വരണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള ഒരു ജസ്റ്റ് ഒരു മാർഗമായിട്ടാണ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഫീസ് കുറഞ്ഞ യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോഴ്സ് പഠിക്കണം എന്നുള്ളൊരു താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഫീസ് കുറഞ്ഞ രീതിയിൽ പഠിക്കാൻ പറ്റുന്നത് അത് നോക്കിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു ലിസ്റ്റോളം, അതായത് ഏകദേശം ഒരു 10-30 യൂണിവേഴ്സിറ്റിന്റെ പേര് ഞാൻ ഇതിൽ പറഞ്ഞുതരാം. അതായത് യൂണിവേഴ്സിറ്റികളും അവിടെ വരാവുന്ന ഒരു ആവറേജ് ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് കാണാം. ആദ്യം ഞാൻ കുറച്ച് അഫോർഡബിൾ ഓപ്ഷൻസ് ആണ് പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് അതിലും ചീപ്പസ്റ്റ് ആയിട്ടുള്ള വരാൻ പറ്റുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അത് പറഞ്ഞുതരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് മോഡറേറ്റ് അഫോർഡബിലിറ്റി ഉള്ള, അതായത് നമുക്ക് എല്ലാവർക്കും ഒരു മോഡറേറ്റ്, ഇവിടുത്തെ ഒരു ആവറേജ് ട്യൂഷൻ ഫീസ് വരുന്ന യൂണിവേഴ്സിറ്റികളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ അഫോർഡബിൾ യൂണിവേഴ്സിറ്റീസ് ആണ് ഞാൻ ആദ്യം പറയുന്നത്. അഫോർഡബിൾ ഓപ്ഷൻസ് ആയിട്ട് ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കുറച്ച് ലിസ്റ്റേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം സഫോക്ക് യൂണിവേഴ്സിറ്റി. ഞാനും ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ കിട്ടിയതായിരുന്നു. അവിടുന്ന് 10,080 പൗണ്ടാണ് അവിടെയുള്ള ട്യൂഷൻ ഫീസ്, ഒരു ആവറേജ് ട്യൂഷൻ ഫീസ് എന്ന് വരുന്നത്. അത് ഇപ്സിച്ചിലാണ് വരുന്നത്. അതായത് ഏകദേശം ഒരു എൻഡിലാണ്, ഇംഗ്ലണ്ടിന്റെ ഒരു എൻഡ് ഭാഗത്തായിട്ടാണ് കിടക്കുന്നത് സഫോക്ക് കിടക്കുന്നത്. ഇപ്സിച്ച്, ചെംസ്ഫോർഡ് ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് സഫോക്ക് യൂണിവേഴ്സിറ്റി കിടക്കുന്നത്. പിന്നെ അടുത്തത് യോക്സൺ ജോൺ യൂണിവേഴ്സിറ്റിയാണ്. അതായത് ഈ യോക്സൺ ജോൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ 10,000 പൗണ്ട് മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതായത് വളരെ കുറഞ്ഞ ഫീസാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് കുറെ ആളുകൾ യോക്സൺ ജോൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിന് 2 ക്യാമ്പസ് ആണുള്ളത്. ഒന്ന് ലണ്ടൻ ക്യാമ്പസും ഉണ്ട്, യോർക്കിലൊരു ക്യാമ്പസും ഉണ്ട്. അപ്പോൾ യോർക്കിലെ ക്യാമ്പസിൽ പഠിക്കുന്നവരല്ല എൻ്റെ കൂടെ ഉള്ളത്. എൻ്റെ കൂടെ പഠിക്കുന്നവരധികം ലണ്ടനിലെ ക്യാമ്പസിൽ പഠിക്കുന്നവരാണ്. പിന്നെ അടുത്തത് എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഓഫ് കംബ്രിയ എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് കംബ്രിയയിൽ 10,500 പൗണ്ടാണ് അവിടുത്തെ ഒരു ആവറേജ് ഫീസ്, ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് യൂണിവേഴ്സിറ്റി ഓഫ് ചിച്ചസ്റ്റർ. അപ്പോൾ കുറെ കേൾക്കാത്ത പേരുകളും കുറെ കേൾക്കാത്ത യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസിനെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി ഡിമാൻഡ് ചെയ്തിട്ട് പറയാം. കാരണം നിങ്ങൾക്ക് ഫീസ് കുറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതൊക്കെ നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്തിട്ട് പറയാം. ചിച്ചസ്റ്ററിലുള്ള ഫീസ് വരുന്നത് 10,620 പൗണ്ടാണ്. പിന്നെ അടുത്തത് ഒരു വെയിൽസിലെ യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു. പേര് ഞാനിതിൽ എഴുതിയ പോലെ തന്നെ വായിക്കാം. റസാം ഗ്ലിൻഡോർ അങ്ങനെ എന്താണ് അതിന്റെ പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ 10,750 പൗണ്ടാണ് അവിടുത്തത്. അപ്പോൾ ഇതാണ് അഫോർഡബിൾ ഓപ്ഷൻസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അടുത്ത യൂണിവേഴ്സിറ്റി ഓപ്ഷൻ പറയുന്നതിന് മുമ്പ് UK വരാൻ പോകുന്ന അല്ലെങ്കിൽ UK സ്റ്റുഡൻസിന് അക്കോമഡേഷനും കാര്യങ്ങളും നല്ല ട്രസ്റ്റഡ് ആയിട്ട്, അതേപോലെ തന്നെ 24/7 നിങ്ങൾക്ക് സർവീസും അവരുടെ എല്ലാ സപ്പോർട്ടും കിട്ടുന്ന, അതേപോലെ തന്നെ നല്ല അഫോർഡബിൾ ആയിട്ട് നല്ല പ്രീമിയം ലക്ഷറി ലൈഫ് അല്ലെങ്കിൽ ലക്ഷറി അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആംബറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആംബർ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഈ അക്കോമഡേഷൻ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു അക്കോമഡേഷൻ കണ്ടെത്താനും നല്ല രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ബിൽസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റെന്റൽ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഇവരുടെ അക്കോമഡേഷൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിലുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അവർ കോൺടാക്ട് ചെയ്ത് നിങ്ങളോടുള്ള കാര്യങ്ങളും സംസാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള അക്കോമഡേഷൻ ആണോ, ഏത് സ്ഥലത്താണ് അക്കോമഡേഷൻ വേണ്ടതെന്നുള്ളത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ചുള്ള അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അഫോർഡബിൾ ഓപ്ഷൻസിലുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ കുറച്ച് ലിസ്റ്റിലുള്ള എണ്ണങ്ങൾ. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പസ്റ്റ് ആയിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഞാൻ പറഞ്ഞുതരാം. യൂണിവേഴ്സിറ്റി ഓഫ് ഹള്ളൊക്കെ 8,950 പൗണ്ടാണ് പെർ ഇയർ വരുന്നത്. അതായത് 10,000 പൗണ്ട് പോലും ട്യൂഷൻ ഫീസ് ഇല്ലാത്തൊരു യൂണിവേഴ്സിറ്റിയാണ് ഹള്ള്. അപ്പോൾ അത്രയും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഹള്ളിൽ പഠിക്കുന്ന ഒരുപാട് ഒരുപാഡ് ഫ്രണ്ട്സ് ഒക്കെ എനിക്കുണ്ട്. അപ്പോൾ അത് ഒരു നല്ല യൂണിവേഴ്സിറ്റി തന്നെയാണ്. പിന്നെ അതിന്റെ ക്യാമ്പസ് ലണ്ടനിലും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഹള്ളിലും വരുന്നുണ്ട്. ഹൈലൻഡ്സ് ആൻഡ് ഐലൻഡ്സ് എന്ന് പറയുന്ന അടുത്ത യൂണിവേഴ്സിറ്റി 8,820 പൗണ്ടാണ് അവിടുത്തെ ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത്. പിന്നെ ലീഡ്സ് ട്രിനിറ്റിയിൽ 11,500, യൂണിവേഴ്സിറ്റി ഓഫ് ബോൾട്ടണിൽ 12,450, യൂണിവേഴ്സിറ്റി ഓഫ് പ്ലൈമൗത്ത് മാർജൻ
അതിൽ 12,000 പൗണ്ട്. ലിവർപൂൾ ഹോപ്പ് യൂണിവേഴ്സിറ്റി അതിൽ 12,500 പൗണ്ട്. ഇതൊക്കെയാണ് എന്ത് ചീപ്പസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ കണക്കാക്കാൻ പറ്റുന്നത്. പിന്നെ കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള, അതായത് എല്ലാവർക്കും വരാനും നല്ല യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയാൻ പറ്റുന്ന, അതേപോലെ തന്നെ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള, മോഡറേറ്റ്ലി അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസിന്റെ ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് അതിലുള്ളത് ബെഡ്ഫോർഡ്ഷയർ ആണ്. ബെഡ്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ലൂട്ടന്റെ ഒക്കെ അടുത്തായിട്ട് വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഔട്ടർ ലണ്ടൻ ആണ്, ലൂട്ടന്റെ അടുത്തൊക്കെ ആയിട്ട് വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ട്യൂഷൻ ഫീസ് വരുന്നത് 14,600 അവിടെ 3,000 പൗണ്ട് സ്കോളർഷിപ്പ് വരെ കിട്ടുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഫീസ് വീണ്ടും കുറയും ചെയ്യും. അപ്പോൾ ബെഡ്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റി ഒക്കെ നല്ലൊരു ഓപ്ഷനും കൂടിയാണ്. പിന്നെ അടുത്തത് ടീസൈഡ് യൂണിവേഴ്സിറ്റിയാണ്, യൂണിവേഴ്സിറ്റി ഓഫ് ടീസൈഡ്. 15,000 പൗണ്ടാണ് അവിടുത്തെ ഫീസ് വരുന്നത്. പിന്നെ ചെസ്റ്റർ ഒട്ടുമിക്ക ആളുകളും നോക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടി ആയിരിക്കും. കാരണം ഫീസ് വളരെയധികം ലോ ആയതുകൊണ്ട് തന്നെ. പിന്നെ അതേപോലെ തന്നെ അയൽസ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ അയൽസിന്റെ റേറ്റും ബാൻഡും കാര്യങ്ങളൊക്കെ വളരെ കുറവുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ചെസ്റ്റർ യൂണിവേഴ്സിറ്റി. 14,200 അവിടുത്തെ ഫീസ് വരുന്നത്. പിന്നെ അടുത്തത് ലീഡ്സ് ബെക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. 14,000 പൗണ്ടാണ് ചില കോഴ്സുകൾക്കൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ലീഡ്സ് ബെക്കറ്റും ഈ ഒരു ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. പക്ഷെ അധിക കോഴ്സും 16,000 പൗണ്ട്, ആ ഒരു 16,000 മുകളിൽ ആയിട്ടാണ് വരുന്നത്. പിന്നെ സ്റ്റഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റി അത് 14,300 പൗണ്ടാണ് അവിടുത്തെ ഇത് പറയുന്നത്. പിന്നെ ഇനി ഞാൻ കുറച്ച് യൂണിവേഴ്സിറ്റികളും ചില സ്പെസിഫിക് കോഴ്സസും പറഞ്ഞുതരാം. സ്പെസിഫിക് കോഴ്സുകളിലും വരുന്ന ഫീസും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് വോൾവർഹാംപ്റ്റൺ യൂണിവേഴ്സിറ്റിയാണ്. അത് MSc പ്രൊജക്ട് മാനേജ്മെന്റിലാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അതായത് 14,000 പൗണ്ട് MSc പ്രൊജക്ട് മാനേജ്മെന്റ് അവിടെ ചെയ്യാൻ വരുന്നേ ഉള്ളൂ. പിന്നെ അതിന് പുറമെ നിങ്ങൾക്ക് സ്കോളർഷിപ്പും കിട്ടും. പിന്നെ അടുത്തത് ന്യൂമാൻ യൂണിവേഴ്സിറ്റി MA എഡ്യൂക്കേഷന് 12,500 പൗണ്ട്. അതായത് നാട്ടിൽ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നോക്കാവുന്ന ഒരു കോഴ്സാണ് MA എഡ്യൂക്കേഷനൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ MA എഡ്യൂക്കേഷന് ടെസോള്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത ഇതിൽ പറഞ്ഞുതരാം. ഏതെങ്കിലും വേറെ യൂണിവേഴ്സിറ്റി വെച്ച് പറഞ്ഞുതരാം. ബക്കിംഗ്ഹാംഷയർ ന്യൂ യൂണിവേഴ്സിറ്റി BNU അത് ഭയങ്കര നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അവിടെ MSc പബ്ലിക് ഹെൽത്തിന് 14,750 പൗണ്ടാണ് വരുന്നത്. അപ്പോൾ MSc പബ്ലിക് ഹെൽത്ത് ഒക്കെ ഏറ്റവും ചീപ്പായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് ബക്കിംഗ്ഹാംഷയർ ന്യൂ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് അബർദീൻ ആണ്. അബർദീനിൽ അത് സ്കോട്ട്ലൻഡിലെ യൂണിവേഴ്സിറ്റിയാണ്, ഇംഗ്ലണ്ട് അല്ല, സ്കോട്ട്ലൻഡിലെ യൂണിവേഴ്സിറ്റിയാണ്. MSc ഇന്റർനാഷണൽ മാനേജ്മെന്റ് 11,500 പൗണ്ടാണ് അവിടെ വരുന്നത്. സ്കോട്ട്ലാൻഡിലൊക്കെ നല്ല ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർട്ട് ടൈം ജോബും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ലൊരു ഓപ്ഷൻസ് ഉള്ള സ്ഥലമാണ് അബർദീന്, അല്ലെങ്കിൽ എഡിംബ്ര, ഗ്ലാസ്ഗോ ഒക്കെ. അടുത്ത യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോ MSc ഇന്റർനാഷണൽ HR മാനേജ്മെന്റിന് 10,300 പൗണ്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ HR മാനേജ്മെന്റ് പഠിക്കാൻ നാട്ടിൽ ഏകദേശം ആവുന്ന ആ ഒരു പ്രൈസേ ആവുന്നുള്ളൂ ഇവിടെയും പഠിക്കാൻ. അപ്പോൾ 10,300 പൗണ്ടിന് നിങ്ങൾക്ക് MSc ഇന്റർനാഷണൽ HR മാനേജ്മെന്റ് പഠിക്കാം. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ലെയ്സെസ്റ്റർ എന്ന് എഴുതും, എന്നിട്ട് ലെസ്റ്റർ എന്ന് വായിക്കും. ഇവിടെ അങ്ങനെയാണ്. കുറേ സ്ഥലങ്ങളുടെ പ്രൊണൗൺസിയേഷനിൽ വളരെയധികം എഴുതുന്നതിൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പോൾ ലെയ്സെസ്റ്റർ എന്ന് എഴുതിയിട്ട് ലെസ്റ്റർ എന്ന് വായിക്കും. അവിടെ LLM, നാട്ടിൽ LLB ഒക്കെ പഠിച്ചു കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ, LLB പഠിച്ച് വക്കീലോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മേഖലയിലൊക്കെ ആണെങ്കിൽ, അതേപോലെ തന്നെ MSc പബ്ലിക് പോളിസി ഇതൊക്കെ പഠിക്കാനാണെന്നെങ്കിൽ 11,000 പൗണ്ട് മാത്രം കൊടുത്താൽ മതി. 11,000 പൗണ്ടിന് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ലെസ്റ്ററിൽ പഠിക്കാവുന്നതാണ്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് എഡിംബ്രയിൽ MSc എഡ്യൂക്കേഷൻ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ടെസോൾ എന്ന് പറയുമ്പോൾ അതൊരു ടീച്ചിങ് പ്രോഗ്രാം തന്നെയാണ്. അപ്പൊ ഇതിനൊക്കെ 10,500 പൗണ്ടേ വരുന്നുള്ളൂ. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് എഡിംബ്രയിൽ കേട്ടോ. അടുത്തത് യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ് ആണ്. MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ 11,800. അപ്പോൾ നിങ്ങൾ പഠിച്ച ഡിഗ്രിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കി വരാവുന്ന, അതായത് BA ഇംഗ്ലീഷോ അല്ലെങ്കിൽ B.Ed ഒക്കെ കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ കോഴ്സസ് ഒക്കെ എടുത്തിട്ട് വരാവുന്നതാണ്. അതേപോലെ തന്നെ പ്രൊജക്ട് മാനേജ്മെന്റ്, പബ്ലിക് ഹെൽത്ത്, ഇതൊക്കെ ഭയങ്കര സ്കോപ്പും കൂടിയുള്ള കോഴ്സസും കൂടിയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നല്ല ചീപ്പായിട്ടുള്ളത് നോക്കിയെടുക്കുക. പിന്നെ എവിടെയാണെന്നുണ്ടെങ്കിലും പാർട്ട് ടൈം ജോബ് കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മുടെ ഒരു സ്കില്ല് നമ്മൾ എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. അതായത് നമ്മൾ കൂടുതൽ അപ്ലിക്കേഷൻ ഇടുന്നു, കൂടുതൽ ആളുകളോട് കോൺടാക്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജോബും കാര്യങ്ങളൊക്കെ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതും കൂടെ മനസ്സിലാക്കണം. ഇൻസ്റ്റാഗ്രാമിൽ DM വന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാർട്ട് ടൈം ജോബ് കിട്ടുമോ, പാർട്ട് ടൈം ജോബ് കിട്ടാതെ പെട്ടുപോകുമോ എന്നുള്ളത്. അപ്പൊ അതിനൊക്കെ ഞാൻ എല്ലാവർക്കും നല്ല രീതിയിലുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാം. ഇൻസ്റ്റാഗ്രാമിന്റെ
അക്കൗണ്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, ID കൊടുക്കുന്നുണ്ട്. ആ IDയിൽ വന്നിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ യൂണിവേഴ്സിറ്റീസിന്റെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സ്കോളർഷിപ്പ് ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ അതേപോലെ തന്നെ PSWന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക. പിന്നെ അതേപോലെ തന്നെ ലിവിങ് കോസ്റ്റ്, നിങ്ങൾ ഏത് സ്ഥലത്താണ് എടുക്കുന്നത് അവിടുത്തെ ലിവിങ് കോസ്റ്റും കൂടെ മനസ്സിലാക്കണം. അതായത് നമ്മൾ ഇങ്ങോട്ട് ഫീസ് മാത്രം വിചാരിച്ച് ഇങ്ങോട്ട് വന്നാൽ പോരാ. അതായത് ലിവിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ലണ്ടനൊക്കെ പറയുമ്പോൾ ഔട്ടർ ലണ്ടൻ ആകുമ്പോൾ കുറച്ചും കൂടെ കുറയും, ചീപ്പർ ആവും. അപ്പോൾ ആ ഏത് സ്ഥലത്താണ് നിങ്ങൾ നിൽക്കാൻ പോകുന്നത് അവിടുത്തെ ലിവിങ് കോസ്റ്റും കൂടെ മനസ്സിലാക്കണം. ഇത്രയൊക്കെയുള്ള ഈ വീഡിയോയിൽ പറയാൻ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഞാൻ കവർ ചെയ്തിരിക്കുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാം, ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.